Monday comment box like എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കമന്റ് ആന്റണി പി ജോസഫ് എന്ന ആളുടെയാണ്. ഇത് ഫുൾ റേഞ്ച് ആണോ അതോ മിഡ് ബേസ് ഏതാണ്? അതായത് നമ്മൾ ഒരു വൂഫർ അസംബിൾ ചെയ്തിരുന്നു. അതായത് ഒരു 8 ഇഞ്ച് വൂഫറും മിഡ് റേഞ്ചും ട്യൂട്ടറും കൂടിയുള്ള ഒരു ബോക്സ് അസംബിൾ ചെയ്തിരുന്നു. ആ ബോക്സിൽ ഏത് വൂഫറാണ് ഉപയോഗിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ ബോക്സിനെ പറ്റി തന്നെ മറ്റൊരു കമന്റ് കൂടി ഉണ്ട്. അജിത് എന്ന ആളുടെയാണ്. വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള സ്പീക്കർ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമോ ബോക്സ്? ഇവിടെ കാണിച്ചിരുന്ന അതായത് പഴയ വീഡിയോസിൽ ലാസ്റ്റ് വീഡിയോ വരെ ഈ ഏരിയയിൽ രണ്ടും ബോക്സ് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സ് ഏതാണ്, അതിൻ്റെ ഉള്ളിൽ ഓഫർ മിഡ് ബേസ് ആണോ എന്നാണ് ഈ രണ്ടുപേരും കൂടി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ആ ബോക്സ് റിവ്യൂ ചെയ്ത് നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അന്ന് പഴയ വീഡിയോയിൽ ചെയ്തത്. അതിൻ്റെ തംബ്നെയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ആ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ 100 വാട്ട്സ് പെർ ചാനൽ വെച്ചിട്ടാണ് ആ വൂഫർ അസംബിൾ ചെയ്ത്, 2 സ്പീക്കർ ബോക്സ് 100+100. അപ്പോൾ അതിൽ ഫുൾ റേഞ്ച് ആണോ മിഡ് ബേസ് ആണോ എന്ന് ചോദിച്ചില്ലേ ആൻ്റണി പി ജോസഫ്. അതിൽ ഫുൾ റേഞ്ച് അല്ല, മിഡ് ബേസ് ആണ്. മിഡ് ബേസ് വിത്ത് മിഡ് റേഞ്ച് വിത്ത് ട്യൂട്ടർ. അപ്പോഴാണ് അത് അങ്ങനെ പാർട്ടീഷനായി വരുന്നത്. ഫുൾ റേഞ്ച് ആകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ബോക്സ് റിവ്യൂ കാണാത്തവർ ആ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ആ ബോക്സ് ഏതാണ്. അപ്പോൾ ആ ബോക്സ് വീഡിയോ ഈ ഐ ബട്ടണിൽ പോയി നോക്കുക. ആ ബോക്സിൽ ഉപയോഗിച്ച ഓഫറിൻ്റെ ഫുൾ ഡീറ്റെയിൽസും, അതായത് അവാർഡിൻ്റെ 8 ഇഞ്ച് ഓഫറാണ് 60 വാട്ട്സ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വന്ന് ശരത് രാജ് എന്നാളുടെയാണ്. ജി സ്റ്റാർ മൊഡ്യൂളിൽ FLAC വേവ് ഫോർമാറ്റുകൾ എടുക്കുമോ? ജി സ്റ്റാർ മൊഡ്യൂൾ ആ 2.1 ഒരു കിറ്റാണ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറേ റിവ്യൂസ് ഉണ്ട് അതിനെപ്പറ്റി. ഒരുപാട് ചാനൽസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ഒരു 2.1 ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബോർഡ് സെലക്ട് ചെയ്ത് റിവ്യൂ ചെയ്തത്. അപ്പോൾ അതിൽ FLAC വേവ് ഒന്നും എടുക്കുന്നില്ല. സാധാരണ MP3 ഫോർമാറ്റ് തന്നെയാണ് ഞാൻ ഇട്ട് ചെക്ക് ചെയ്ത്. FLAC ഫോർമാറ്റും നമുക്ക് വേവും മറ്റൊക്കെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ മറ്റേതെങ്കിലും ഇപ്പോൾ TV യിലോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അതിലൂടെ ഒപ്റ്റിക്കൽ ഔട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഓഡിയോയിലൂടെ പ്ലേ ആക്കാം. അതൊക്കെ സപ്പോർട്ടിങ് TVയോ ഡിവൈസോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ ഔട്ട് HDMI ഓർ ഒപ്റ്റിക്കൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഓഡിയോ ഔട്ട് കിട്ടും. ആ ഓഡിയോ ഔട്ട് നല്ല HD ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ആ ടൈപ്പ് ഫയൽ ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി സൗണ്ട് ഉണ്ടാവും, സൗണ്ട് ലെവൽ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഇന്നിലും HDMI വഴിയും പ്ലേ ആക്കാം. ഡയറക്റ്റ് എടുക്കാൻ സാധ്യതയല്ല. അടുത്ത വണ്ട് ജുവാൻ അർജുൻ എന്നാളുടെയാണ്. ചേട്ടാ മാക്സിമം 1080p 60ൽ ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 4K ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ആരും ഇത് ക്വാളിറ്റി യൂസ് ചെയ്യില്ല. യൂസ് ചെയ്താൽ തന്നെ വെറും കുറച്ച് ആളുകൾ മാത്രമേ, 30-40 പേര് വെറുതെ ഡാറ്റ കളയണ്ട ബ്രോ. അപ്പോൾ അത് നമ്മളൊരു വീഡിയോ അപ്ലോഡിങ്, അതായത് പ്രോസസ്സിങ് ലോഡിങ് ഒരുപാട് ടൈം എടുത്തെന്ന് പറഞ്ഞ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ സമയം തന്നെ സെയിം അവസ്ഥ ഒരുപാട് ചാനൽസിനും അനുഭവപ്പെട്ടിട്ട് അവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇതേപോലെ കിടക്കുകയാണ്, പ്രോസസ്സിങ്ങിൽ കിടക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അന്നിടേണ്ട വീഡിയോ അടുത്ത ദിവസം വൈകുന്നേരം വൈകുന്നേരം പബ്ലിഷ് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ അതിന് കാരണം ആ പ്രോസസ്സിങ് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നമാണ്. പ്രോസസ്സിങ് അത്ര സ്ലോ ആവുന്നത്. അപ്പോൾ അത്രയും ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഇങ്ങനെയുള്ള TV ഡിസ്പ്ലേകളിൽ ഈ വീഡിയോസ് കാണുന്നുണ്ട്. എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ, അതായത് ആളുകൾ ഫോട്ടോ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് അത്രയും വലിയ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് ആ ഒരു 4K സപ്പോർട്ടുള്ള സ്ക്രീനിൽ അത് 1080p അവിടെ എക്സ്പാൻഡ് ആയിട്ട് കാണുന്നതും 4K തന്നെ നേരിട്ട് കാണുന്നതും തമ്മിലുള്ള ആ വ്യത്യാസമാണ്. ആ വ്യത്യാസം മോശമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ 4Kയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ 4K തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇപ്പോൾ 4Kയിലുള്ളത്. അത് ചില വീഡിയോ ഞാൻ വ്ളോഗിൽ ചെയ്യുന്നത് 4K 60ലും അതേപോലെ തന്നെ ടെക് ചാനൽ ചെയ്യുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലുമാണ്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. ടെക് ചാനലിൽ നമുക്ക് ഈ ഒരു അന്തരീക്ഷവും പിന്നെ നമ്മൾ വളരെ സ്ലോ ആയിട്ടുള്ളതും ഒരുപാട് ബ്രൈറ്റ്നസ്, നമുക്ക് ക്യാമറ മൂവ്മെൻറ്റ് അധികം ആവശ്യമില്ലാത്തൊരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ആ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഇടുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോഴുള്ള ക്ലാരിറ്റീൻ്റെ ആ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ക്ലാരിറ്റി നിങ്ങൾക്ക് വ്യൂവർക്ക് കിട്ടാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ സ്ക്രീനിലൊക്കെ സെലക്ട് ചെയ്യുന്നവർ അധികം ആളുകൾ ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ, നമ്മൾ കേരളത്തിൽ പോട്ടെ, മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വൈഫൈ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അവർ വലിയ TV ഡിസ്പ്ലേയിൽ ഇപ്പോൾ 32 ഇഞ്ച് 42 ഇഞ്ച് ഒന്നുമല്ല, അതിലും വലിയ ഡിസ്പ്ലേയിലൊക്കെ നമ്മളെ 1080p തന്നെ നമ്മളെ പഴയ ഫോർമാറ്റ്, എൻ്റെ വീഡിയോ പഴയതൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, അതൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഇതൊക്കെ പാടെ ഒരു ന്യൂസ് പേപ്പർ പോലെ നിരച്ചിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ രണ്ടാമത് അവരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് റിസൾട്ട് വെച്ചപ്പോൾ അവർ വളരെ മിന്നുന്നുണ്ടെന്നാണ്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും ക്ലാരിറ്റിയിൽ അവർക്ക് കാണാൻ ഒരു സുഖം കിട്ടുന്നുണ്ട്. മറ്റേത് അവിടെ വെച്ചിട്ട് അവർ ഒന്നുകിൽ ഫാസ്റ്റ് അടിച്ച് ആ പോയിന്റിലേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ പ്ലേ ആക്കി ഇടും. ആ സൗണ്ട് കേട്ടാൽ മതി. നമ്മളത് കൂടുതൽ ഇൻഫോർമേഷൻ ആയതുകൊണ്ട് കാണാനൊന്നുമില്ലല്ലോ. അപ്പോൾ സൗണ്ട് കേട്ടാൽ മതി. അപ്പോൾ അത് ആ രീതിയിൽ കേട്ടോണ്ടിരിക്കും. ഇപ്പോൾ ആളുകൾ വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വ്യൂ ഡ്യൂറേഷൻ കൂടുതലായിട്ട് എനിക്കിപ്പോൾ 4Kക്ക് ശേഷം കാണുന്നുണ്ട്. അപ്പോൾ അത്
എല്ലാ യൂസർക്കും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില സമയത്ത് അങ്ങനത്തെ ചില ഇടങ്ങേറുകൾ നമുക്ക് വരും. നമ്മളെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൻ്റെയോ സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. അത് വല്ലപ്പോഴേ വരുള്ളൂ. അത് 2 മാസത്തിൽ ഒരു പ്രാവശ്യം 1 മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വരുള്ളൂ. അത് കുഴപ്പമില്ല, അത് സഹിക്കാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. 1080p ഒരു പറഞ്ഞ സജഷൻ ഏറ്റവും നല്ലതാണ്. 60 തന്നെ ടോപ്പ് ക്ലാരിറ്റിയാണ്. അപ്പോൾ 4K 30 1080 16 ക്ലാരിറ്റിയാണ്. 4K 60 4K 13 ക്ലാരിറ്റിയാണ്. മാക്സിമം നോക്കാമോ. അടുത്ത മനു ഷാജി എന്ന ആളുടെയാണ്. ക്ലാസ് ഡി ബോർഡിൽ ടോൺ ബോർഡ് ആൻഡ് ഫിൽറ്റർ ബോർഡ് കയറ്റാൻ പറ്റുമോ? എന്താ കയറ്റാൻ പറ്റായി? ക്ലാസ് ഡി ബോർഡ് ഏത് ബോർഡിലും ടോൺ ബോർഡും ഫിൽറ്റർ ബോർഡും കയറ്റാം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ഡുവൽ സപ്ലൈ വർക്ക് ചെയ്യുന്ന ഒരു ഫിൽറ്റർ ബോർഡാണ്. ഇതിപ്പോൾ ഒരു സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടോൺ ബോർഡാണ്, ബാസ്റ്റബിൾ ബോർഡ്. ഒരു സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡിലേക്ക് ഇതുപോലുള്ള ഒരു സിംഗിൾ സപ്ലൈയുടെ ടോൺ ബോർഡ് കൊടുക്കാം, ഇതുപോലെ ഒരു സിംഗിൾ സപ്ലൈയുടെ ഫിൽറ്റർ ബോർഡ് കൊടുക്കാം. അതേസമയം ഒരു ഡുവൽ സപ്ലൈയുടെ ടോൺ ബോർഡോ ഫിൽറ്റർ ബോർഡോ ഒരു സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു പവർ ആംപ്ലിഫയറിൽ കൊടുക്കുമ്പോൾ കുറച്ച് നോയ്സും ഡിസ്റ്റോർഷനും എനിക്ക് തോന്നി. എൻ്റെ തെറ്റാണോ എൻ്റെ മാത്രം അനുഭവമാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി കൊടുത്തപ്പോൾ എനിക്ക് ആ പ്രശ്നം പോയി, നോയ്സോ ഡിസ്റ്റോർഷനോ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആ രീതിയിലാണ് കൊടുക്കാറുള്ളത്. ഏത് ബോർഡിലും കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. സാധനം 2 ടൈപ്പും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. അടുത്ത ഹംദിൽ അലി എന്ന ആളുടെയാണ്. മാർഷൽ പോലെ ഒരു സ്പീക്കർ ചെയ്യുമോ? മാർഷൽ ചെയ്തിട്ട് തന്നെ പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ. കാരണം മാർഷൽ കേട് വന്നാൽ നന്നാക്കാൻ ഭയങ്കര പ്രയാസം. ആ സാധനത്തിൻ്റെ സർവീസിന് ബോർഡ് സ്പെയറും തിരഞ്ഞു നടന്നിട്ട് അതിനകത്തൊരു IC തിരഞ്ഞു നടന്നിട്ട് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ആ ബോർഡ് മാറ്റി വെക്കുക പറഞ്ഞാൽ മാർഷലിൻ്റെ ബോർഡ് മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ. നമ്മളതിന് പകരം ഒരു ബോർഡ് അതിൽ മാറ്റി വെക്കാൻ നോക്കിയിട്ട് ആ ഒരു സൈസിൽ കൊള്ളുന്ന ബോർഡും കിട്ടാനില്ല. അപ്പോൾ അതുപോലൊരു സ്പീക്കർ ഇനി ഉണ്ടാക്കാൻ സാധ്യതയില്ല. നമുക്ക് ആ ഒരു വർക്കിംഗ് കിട്ടുന്ന രൂപത്തിൽ ആ ഒരു ഷേപ്പിലും നമുക്ക് വേറെ വൂഫേഴ്സ് ഉണ്ടാക്കാം. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ചെയ്യാം. അടുത്ത കമൻറ്റ് പേര് ഞാൻ വായിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇത് അക്ഷരങ്ങൾ വായിക്കാം. IN2 പിന്നെ ഒരു സിമ്പിളാണ് RAP007. ലാസ്റ്റ് കമൻറ്റ് വായിച്ച് ഞാൻ ചിരിച്ചു. കറക്റ്റ് റിപ്ലൈ, ഇത് ടെക് ചാനൽ അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇതുപോലെ എല്ലാ വീഡിയോസിലും ഫണ്ണായിട്ട് സംസാരിച്ചാൽ മതി ബ്രോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് കമൻറ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക. ലാസ്റ്റത്തെ ഇത് മുമ്പത്തെ കമൻറ്റ് വീഡിയോ. ആ കമൻറ്റ് വീഡിയോ ലാസ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത് ഒരു പുള്ളി ചോദിച്ചാണ് റോളക്സ് എണ്ണം തന്നതാണോ മാർഷൽ. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായി റോളക്സ് എണ്ണം തന്നാണ്. അവിടെ ഇരുന്ന് പണിയെടുക്കുമ്പോൾ വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ അതുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി തന്നാണ്. സാധനം ഒന്നും കിട്ടാനില്ലാതെ അവിടെ കിടക്കുകയാണ്. കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളത് കണ്ടു നോക്കുക ആ ലാസ്റ്റ് ഭാഗം. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ ഒരു ഫണ്ണി ആയിട്ട് സംസാരിച്ച് ഞാനതൊരു തമാശ രീതിയിൽ സംസാരിച്ചാണ്. അങ്ങനെ ഫണ്ണി ആയിട്ട് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും ഇൻഫർമേഷൻ തിരഞ്ഞു വരുന്നവർക്ക് കോമഡി ഇഷ്ടമല്ല ചെയ്ത് നമ്മൾ ഈ 600 വീഡിയോസും ഇങ്ങനെ എയർ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ വ്ളോഗിൽ വന്ന് നോക്കിയാൽ കാണാം കുറച്ചൊക്കെ ഒന്ന് പിടുത്തം വിട്ടിട്ടാണ് സംസാരിക്കുന്നത്. എന്നാലും ഞാൻ അത്ര ഫ്രീഡം എവിടെയും ഉപയോഗിച്ചില്ല ഒരു വീഡിയോസിലും. ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന ആളാണ്. അതായത് തമാശപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് താല്പര്യം. എപ്പോഴും സീരിയസ് ആയിരിക്കാറുണ്ട് നമ്മളെ എന്തോ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ പറയുന്ന സംസാരിച്ചാൽ മതി ബ്രോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ അഭിപ്രായം കൂടെ പറയാം. അത് കുറച്ച് കോമഡിയൊക്കെ ആവല്ലേ. അപ്പോൾ അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജിൽ വരുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങളാരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. ഇലക്ട്രോണിക്സ് മലയാളം ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറേ മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് വരെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുമ്പ് വരെ ഞാൻ ഫേസ്ബുക്കിലെ കമൻസിന് തീരെ റിപ്ലൈ ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ആശാന്മാരാണ് കൂടുതലുള്ളത്. എല്ലാവർക്കും വിലയിരുത്തലാണ്. എല്ലാവരും എക്സ്പെരിമെൻറ്റിലാണ്. ഇതൊന്നും ആരും ഫുൾ പഠിച്ചില്ല. ഇത് എല്ലാവരും എക്സ്പെരിമെൻറ്റ്, ഞാനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് എൻ്റെ വീഡിയോയും മറ്റു വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് നോക്കി സക്സസ് ആയില്ലേ പോട്ടെ, സക്സസ് ആയാലും ഓക്കെ. അത് ആ രീതിയിലാണ് ഞാനും മറ്റ് വലിയ സീനിയേഴ്സിൻ്റെ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഓരോന്ന് മനസ്സിലാക്കുക. അപ്പോൾ എനിക്കതൊരു ക്ലിക്കബിൾ ആയിട്ട് തോന്നിയാൽ, അടിപൊളിയായിട്ട് തോന്നിയാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കും. അങ്ങനെയാണ് ഞാനും ചെയ്യുന്നത്. നമ്മളാരാ വലിയ കിങ്, എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ അതായത് ചീത്ത വിളിക്കാം, അഭിപ്രായം ഏതും പറയാം, ചീത്തയും വിളിക്കാം, തെറ്റിപ്പോയാൽ ചീത്തയും വിളിക്കാം. ഞാൻ ഓക്കെ എന്നോട് തെറ്റിപ്പോയി എന്ന് പറയും. പക്ഷേ അതല്ല പറയാം, അതവിടെ കയറി വയ്ക്കാൻ അറിയാം. എല്ലാവിധ ഭാഷയും അവിടെ ഉപയോഗിക്കും. തെലുങ്ക്, കന്നഡ, തമിഴ് എല്ലാം ഉപയോഗിക്കും. അപ്പോൾ അതിൽ ഈ പുന്നോർമനോട് ചോദിച്ചാൽ റിപ്ലൈ തരില്ല, എല്ലാം അറിയാമെന്നുള്ള അഹങ്കാരം അല്ലാതെ എന്താണ്?
ആ മോനൊക്കെ എനിക്ക് മനസ്സിലായിന്. ഞാനതിന് റിപ്ലൈ ചെയ്താണ്. ഇലക്ട്രോണിക്സ് മലയാളം എന്നുള്ള പേജാണ്. ഈ മോന് ഒരു വാട്സപ്പ് നമ്പർ പേജിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വരൂ. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ റിപ്ലൈ ചെയ്ത് അതിൽ ചോദിച്ചു മടുത്തു. ഇനി നേരിട്ട് ഒന്ന് ചോദിച്ചാൽ മറുപടി തരുമോ ആകും. അപ്പോൾ ഞാൻ ചോദിക്കൂ എന്തായിരുന്നു 1 വീക്ക് മുമ്പ്. ആ പുള്ളി ഇതിലും വന്നില്ല, ആ സ്പോട്ടിൽ റിപ്ലൈ ചെയ്ത ആൾ ഇതിലും വന്നില്ല, വാട്സപ്പിലും വന്നില്ല. അപ്പോൾ അതിനകത്തൊരു 100 വ്യൂ വന്നതിൽ ഒരു 2 ആൾ കറക്റ്റാണ്. ബാക്കി എല്ലാവരും 2 ആൾ കറക്റ്റ് മീൻസ് അവർ ശരിക്കും വന്നിട്ട് അതിൻ്റെ യഥാർത്ഥ അഭിപ്രായം പറഞ്ഞു പോകും. തെറ്റെങ്കിൽ തെറ്റ്, ശരിയെങ്കിൽ ശരി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഇല്ലെങ്കിൽ അവർ ടച്ചും പോവേ, അതൊക്കെ അവരുടെ ഇഷ്ടം. അല്ലാത്ത വരുന്ന ബാക്കി എല്ലാവരും കോമഡി ആക്കാൻ വരണം. കോമഡിക്ക് ഒരുപാട് അർത്ഥം ഉണ്ട്. അതിൽ ഒരു കോമഡി ആക്കാൻ വരണം. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം. ആ ഒരു മാസം മുമ്പ് വരെ ഈ തെറിവിളി അഭിഷേകം കൊണ്ട് ഞാൻ അതിൽ കയറാതെ നമുക്ക് ആ ഒരു കച്ചവട സ്ഥാപനം എന്ന നിലക്ക് പോലെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടും. അതായത് കഴിയുമ്പോൾ വീഡിയോസ് അതിലിടും. അത് കഴിഞ്ഞ് കണ്ണിൽ പെട്ടെന്ന് കാണുന്ന ഏതെങ്കിലും കമൻറ്റിന് ഇപ്പോൾ നല്ലൊരു കമൻറ്റ് ഗുഡ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് കണ്ടാൽ അതിൽ ലൈക്ക് ഇട്ട് ഞാൻ ഇട്ട് പോരും. ആരോട് റിപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ റിപ്ലൈ ചെയ്യാത്തതിൻ്റെ കാരണം അതായിരുന്നു. ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ ക്രിയേറ്റീവ് സൂട്ട് കാര്യങ്ങളൊക്കെ മെറ്റാ സ്റ്റുഡിയോൻ്റെ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഫുൾ സെറ്റാക്കിയിട്ട് ഓരോ ദിവസവും എല്ലാവർക്കും ഇപ്പോൾ ചെയ്യുന്നവർക്ക് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. 24 hours റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പുള്ളി വന്നിട്ട് 1 week ago ഒന്ന് ചോദിച്ചത്. നെഗറ്റിവിറ്റി നമ്മളെ താഴോട്ട് കൊണ്ടുപോകും. അതായത് വിധം ക്രിയേറ്റേഴ്സിനെയൊക്കെ താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൽ അത് താഴോട്ട് കൊണ്ടെങ്കിൽ ഞാൻ എന്നെ തളർന്നു വേനെ. അങ്ങനെയൊന്നും നമ്മൾ താഴോട്ട് പോകില്ല. കാരണം നേരിട്ട് ഒരുപാട് കിട്ടിയിട്ട് പരിചയമുള്ളതുകൊണ്ട് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും അത് കാണുമ്പോൾ ചിലരും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മൂഡ് പോകും. നമ്മളെ ഉള്ളിലെ ടോക്സിൻസ് എന്നറിയും. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതിന് യാതൊരു പ്രസക്തിയില്ലാതെ ഇല്ലേ. അതായത് ഒരു ആഴ്ച മുമ്പ് ഞാൻ വാട്സാപ്പിൽ വരൂ അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്ക് പിന്നെ എന്തായിരുന്നു ചോദിക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം എന്നോട് അറിയിക്കുക. അപ്പോൾ എൻ്റെ തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറായതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ മൺഡേ ഓൺ ബോക്സിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സംഗതി കുറച്ച് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും വളരെ നല്ല കമൻസേ ഉള്ളൂ, കുറഞ്ഞ കമൻസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം, കുറഞ്ഞ കമൻസ് എടുക്കാനുള്ള പ്രധാന കാരണം നമ്മളെ വ്ളോഗ് ചാനലിൽ ഉപയോഗിക്കുക. അതിനകത്ത് ഇന്നത്തെ വീഡിയോ ആ നേരം വെക്കുന്നതിൻ്റെ കാരണം ഒരു എന്തുകൊണ്ടാണ് കുറഞ്ഞ കമൻസ് എടുക്കുന്നത്, എന്തുകൊണ്ടാണ് എല്ലാം ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന്. അപ്പോൾ ആ കാരണം ശരിയാക്കാൻ ആ കാരണം, അതായത് എല്ലാം കൊണ്ടും എല്ലാം വൈകുന്നതിൻ്റെ കാരണം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും കൂടി മനസ്സിലുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.